Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആക്ടിവിറ്റി പേജിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ള ഭാഗമാണ്. അവിടെ ആദ്യം ചോദിക്കുന്നത് സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നോമിത എന്നുള്ളതാണ്. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ചും നോമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. വളരെ ലളിതമായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കുക. പിന്നെ ഈ ഭാഗത്ത് ചോദിക്കുന്നത് ഡു യു തിങ്ക് ദർ ഈസ് എ സെറ്റ് പാറ്റേൺ ഫോർ എക്സിബിറ്റിംഗ് വിമൻസ് ഇമോഷൻസ് എന്നാണ്. സ്ത്രീകളുടെ എന്താ പറയുക ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ പാറ്റേണാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും അല്ല എന്നാണ് ഉള്ളത്. എല്ലാവരും ഒരേ പാറ്റേണിലല്ലല്ലോ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. ഈസ് ഷീ ആൾവേസ് ഇമോഷണലി അണ്ടർ സ്ട്രെസ്? അവർ എപ്പോഴും മാനസിക സമ്മർദ്ദത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും സ്ത്രീകൾ ഒരിക്കലുമല്ല. അപ്പോൾ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ളതാണ്. അത് നമുക്ക് പറയാം, കാരണം എല്ലാ സ്ത്രീകളും എപ്പോഴും മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയൊന്നും ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരേ രീതിയിലാണ് അവരെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്, അതുമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട് നോമിത ക്യാരക്ടർ സ്കെച്ചാണ്, അത് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ അവിടെ പ്രിപ്പയർ റൈറ്റ് അപ്പ് ഡിസ്കസ് ഇൻ ദ സ്പേസ് ഓഫ് വിമൻ ഇൻ എ ഫാമിലി. കുടുംബത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്താണ് സ്ത്രീയുടെ സ്ഥാനം ഒരു കുടുംബത്തിൽ എന്നുള്ളത്. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് ഹൗ ഡസ് ദ ഓതർ സബ്സ്റ്റാൻഷിയേറ്റ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ എ വിമൻ ആൻഡ് എ മാച്ച് ബുക്സ്. എങ്ങനെയാണ് എഴുത്തുകാരി തീപ്പെട്ടിയും സ്ത്രീയും തമ്മിലുള്ള സമാനത സമർത്ഥിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്, സമർത്ഥിക്കുന്നത്. ഒരു സ്ത്രീയും തീപ്പെട്ടി എങ്ങനെ, അത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. കാരണം തീപ്പെട്ടിക്ക് ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ളൊരു വെടിമരുന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് വളരെ പാവമായിട്ട് മൂലക്കൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ഇരിക്കും. അതേപോലെ തന്നെയാണ് സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ശക്തിയുണ്ട്. ഇപ്പോൾ പുരുഷന്മാരൊക്കെ കപട മുഖങ്ങൾ ധരിച്ച് നമ്മൾ അജിത്തിൻ്റെ കാര്യം കണ്ടതുപോലെ നോമിതയുടെ ഭർത്താവ് അജിത്തിൻ്റെ ഇത് നമുക്ക് മനസ്സിലായില്ലേ, അയാളൊരു കപട മുഖമായിട്ട് അത് വലിച്ചു കയറാൻ നോമിതയ്ക്ക് കഴിയുമായിരുന്നു. പക്ഷെ നോമിത അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് തീപ്പെട്ടിയും അതുപോലെ തന്നെ എന്താണ് ആ സ്ത്രീയും ഒരുപോലെയാണെന്നാണ് ആ കഥയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഈ ഒന്നാമത്തെ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് നോമിത, നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. പിന്നെ ആക്ടിവിറ്റി ഒന്നിലൂടെ റിവ്യൂ പറയുന്നുണ്ട്. അതിൻ്റെ ഈ സ്റ്റോറിയുടെ റിവ്യൂ നിങ്ങളോട് പറയുന്നുണ്ട്. വിശകലനത്തിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശകലനം, എന്താണ് മാച്ച് ബോക്സ്, എന്താണ് സ്റ്റോറി എന്നുള്ളതൊക്കെ. അപ്പോൾ അതും വളരെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതൊന്നും വലിയൊരു പ്രധാനപ്പെട്ടല്ല. ഇതിലേറ്റവും അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാണ്ട് ആക്ടിവിറ്റി 2. അപ്പോൾ എന്താണ് പാനൽ ഡിസ്കഷൻ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ദ വേർഡ് പാനൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ടസ്. പാനൽ എന്ന് പറഞ്ഞാൽ എന്താ, ആ എക്സ്പേർട്ടുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് പാനൽ എന്ന് പറയുന്നത്. ദ ഡിസ്കഷൻ ഹെൽഡ് എമംഗ് ദീസ് എക്സ്പേർട്ട് മെമ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ് കുഡ് ബി കാൾഡ് എ പാനൽ ഡിസ്കഷൻ. ഓഡിയൻസിൻ്റെ മുമ്പിൽ ഈ എക്സ്പേർട്ട് ദ ഡിസ്കഷൻ ഹെൽഡ് എമംഗ് ദീസ് എക്സ്പേർട്ട് മെമ്പേഴ്സ്, ഈ എക്സ്പേർട്ട് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഡിസ്കഷൻ, അല്ലെങ്കിൽ ഈ എക്സ്പേർട്ട് മെമ്പേഴ്സ് അവരുടെ ഡിസ്കഷൻ ആരുടെ മുമ്പിൽ, ഓഡിയൻസിന് മുമ്പിൽ നടക്കുന്ന ഡിസ്കഷനെയാണ് എന്ത് പറയുന്നത്, പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലളിതമാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ. പാനൽ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടുകളുടെ ഒരു കൂട്ടമാണ്. ആ എക്സ്പേർട്ടുകളുടെ ഇടയിൽ നടക്കുന്ന ഡിസ്കഷൻ ഒരു ഓഡിയൻസിന് മുമ്പിൽ ആ എക്സ്പേർട്ടിൻ്റെ ഡിസ്കഷൻ നടക്കും. അതിനെയാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ പാനലുകളുണ്ടാവും ഇല്ലേ, പാനൽ ഉണ്ടാവും, ഒരു കൂട്ടം എക്സ്പേർട്ടുകളുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളാണെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള വിവിധ പാർട്ടിയിലുള്ള ആളുകളുണ്ടാവും. അതല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ
എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുണ്ടാവും. അപ്പോൾ ആ എക്സ്പേർട്ടുകളെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചയാണ് എന്ത് പറയുന്നത്, അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതിനാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതൊരു ഓഡിയൻസിന് മുന്നിലായിരിക്കും. ഇപ്പോൾ ടെലിവിഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓഡിയൻസ് പല ഭാഗത്തായിട്ടും ഉണ്ടാവും, അത് വീക്ഷിക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എക്സ്പേർട്ടുകൾ ഇരുന്നു കൊണ്ട് ഒരു പ്രത്യേക സബ്ജക്റ്റിൽ അവർ സംസാരിക്കുക, സബ്ജക്റ്റിന് പുറത്ത് സംസാരിക്കുക, അതിനെയാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഓഡിയൻസിന് മുമ്പിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പാനൽ ഡിസ്കഷൻ പാനൽ ഡിസ്കഷൻ എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ക്ലാരിഫൈ ദ ഡിഫിക്കൽട്ട് ആസ്പെക്ട്സ് ഓഫ് എ ടോപ്പിക് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് മാനർ എന്നാണ് പറഞ്ഞത്. അഥവാ പാനൽ ഡിസ്കഷൻ നമ്മൾ എന്തിനു സഹായിക്കുന്നു? നമ്മളെ ക്ലാരിഫൈ ചെയ്യാൻ, ഒരു വ്യക്തത വരുത്താൻ, ദ ഡിഫിക്കൽട്ട് ആസ്പെക്ട്സ് ഓഫ് എ ടോപ്പിക്. ഏതെങ്കിലും ഒരു വിഷയത്തിലെ സങ്കീർണമായ കാര്യങ്ങളുണ്ടാവും ഇല്ലേ, അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ചിട്ടയോടുകൂടി, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ ചിട്ടയോടും വസ്തുനിഷ്ഠമായിട്ടും അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാനൽ ഡിസ്കഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പോൾ നമ്മൾ നാട്ടിൽ എത്തുക്കൊക്കെ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വേണ്ട ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും എക്സ്പേർട്ടുകൾ ഉണ്ടാവും. അവർ എന്ത് ചെയ്യും, എന്തുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്, എന്തുകൊണ്ടാണ് ഇന്ന മേഖലയിൽ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യും. അപ്പോൾ അവർ ചർച്ച ചെയ്യുമ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഗതിയാണ്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ഈ എക്സ്പേർട്ടുകൾ കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ ഒരു കൂട്ടം അവർ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന ഏതെങ്കിലും ഒരു ഓഡിയൻസിന് മുന്നിൽ, അതിനാണ് ഈ പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഈ പാനൽ ഡിസ്കഷനിൽ 3 തരത്തിലുള്ള വിഭാഗക്കാരുണ്ടാവും എന്നുള്ളതാണ് പാർട്ടിസിപ്പൻസ്. ഒന്ന് പാനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമിതിയിലെ അംഗം, മോഡറേറ്റർ, ഒരു മധ്യസ്ഥനുണ്ടാവും, ഓഡിയൻസ്, പിന്നെ പ്രേക്ഷകരുണ്ടാവും. ഈ 3 വിഭാഗക്കാർ കൂടിയതാണ് പാനൽ ഡിസ്കഷൻ. അപ്പോൾ പാനൽ ഡിസ്കഷനിലെ 3 പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? പാനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾ, മോഡറേറ്റർ, ഒരു മധ്യസ്ഥനുണ്ടാവും, പിന്നെ ഓഡിയൻസ്, പിന്നെ പ്രേക്ഷകരും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത്, നൗ കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ഇന്ത്യൻ വുമൺ ഫൈൻഡിങ് എ സ്പേസ് ഇൻ ദ സോഷ്യോ കൾച്ചറൽ മില്ലിയ. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങളോട് ഒരു പാനൽ ഡിസ്കഷന് നടത്താൻ വേണ്ടിയിട്ട് പറയാണ്, ഇന്ത്യൻ വുമൺ ഫൈൻഡിങ് എ സ്പേസ് ഇൻ ദ സോഷ്യോ കൾച്ചറൽ മില്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങളോടൊരു പാനൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ചോദിക്കുകയോ കാര്യങ്ങളോ അല്ല, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്, ആ ടോപ്പിക്കിൻ്റെ ഇതിൽ ഇങ്ങോട്ട് ഒരു പാനൽ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പാനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കണം, പിന്നെ ഒരു മോഡറേറ്റർ വേണം, പിന്നെ ഓഡിയൻസ്, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ടേഴ്സ്, ഒരു കൂട്ടം അല്ലെങ്കിൽ എക്സ്പേർട്ടുകളുടെ ഒരു ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്യാണ്, അവരുടെ ഇടയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ എക്സ്പേർട്ടുകളുടെ ഇടയിൽ നടക്കുന്ന ഡിസ്കഷനാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അതൊരു ഓഡിയൻസിന് മുന്നിലായിരിക്കും, ഒരു പ്രത്യേക ടോപ്പിക്കിൻ്റെ പുറത്ത്. 3 വിഭാഗക്കാരാണ് പാനൽ ഡിസ്കഷനിൽ ഉണ്ടാവുക. പാനലിസ്റ്റ് ഉണ്ടാവും, പിന്നെ മോഡറേറ്റർ ഉണ്ടാവും, ഓഡിയൻസ് ഉണ്ടാവും. ഓക്കെ, ഈ 3. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് എന്താണ് പാനൽ ഡിസ്കഷൻ എന്നുള്ളത്. ഓക്കെ, അത് വിടാം. അടുത്തതായിട്ട് നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഹാഫിയർലി ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. മെയിൻ എക്സാമിന് ചോദിക്കാനും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്ലർബ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലർബ് റൈറ്റിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടോ, പുസ്തകങ്ങളുടെ ബാക്ക് ഭാഗത്ത്, പുസ്തകങ്ങളുടെ ബാക്ക് കവറിൽ ആണ് ഈ ബ്ലർബ് എന്ന് പറഞ്ഞ സംഗതി കാണാൻ സാധിക്കുക. എന്താണ് ബ്ലർബ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലർബ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്, അതിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക് ഡിസൈൻ ഫോർ മാർക്കറ്റിംഗ്.
മാർക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു സമ്മറിയാണ്. അതിനാണ് ബ്ലേബ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ യൂണിഫോം പാറ്റേൺ, ഒരു പ്രത്യേക പാറ്റേണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗിവൺ ബിലോ ഈസ് എ സാമ്പിൾ ഓഫ് എ ബുക്ക് ബ്ലേബ്, ഒരു ബ്ലേബിൻ്റെ ഒരു സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് ബ്ലേബ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഇതാണ് ബ്ലേബ്. അപ്പോൾ ഇതൊരു പുസ്തകമാണ്, ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്നുള്ള പുസ്തകമാണ് ഇത്. അപ്പോൾ അതിൽ ഇത് എഴുതിയിട്ടുള്ള നന്ദനാർ, അപ്പോൾ അദ്ദേഹത്തിനൊരു ഫോട്ടോ, അതുപോലെ തന്നെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം, ഇതിനാണ് ബ്ലേബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ബ്ലേബ് എന്ന് പറഞ്ഞ സംഗതി വളരെ ലളിതമാണ്. ഏത് പുസ്തകം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് കവറിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഓഥറെക്കുറിച്ചും ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ബ്ലേബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യക്ഷി എന്നുള്ള മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്നുള്ള ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്ലേബ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ബ്ലേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ ആ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ടാവും, പുസ്തകത്തെക്കുറിച്ചും അത് എഴുതിയ ആളെക്കുറിച്ചും. അപ്പോൾ അതിനാണ് ബ്ലേബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക, ബ്ലേബ് റൈറ്റിംഗ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എക്സാം ടിപ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ വരിക ബ്ലേബിൻ്റെ. നൗ പ്രിപ്പയർ എ ബ്ലേബ് ഓഫ് പ്രഥം പ്രതിശ്രുതി മേക്കിംഗ് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ പ്രഥം പ്രതിശ്രുതി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ആ ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ ഒരു കൃതിയുടെ ബ്ലേബ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ആശാപൂർണ ദേവി ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ബ്ലേബ് റൈറ്റിങ്ങിൻ്റെ. അപ്പോൾ ആ ഫോർമാറ്റിൽ നിങ്ങൾ ആദ്യം ആ പുസ്തകത്തിൻ്റെ പേര് എന്താണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ പ്രഥം പ്രതിശ്രുതി എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ആരാണ് അത് എഴുതിയത് നോക്കണം, ആശാപൂർണ ദേവി ആയിരിക്കും. പിന്നെ അതിൽ എന്താണ് എഴുതേണ്ടത് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ബ്ലേബ് റൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആ കൃതിയുടെ പേര്, അതുപോലെ തന്നെ എഴുതിയ ആളുടെ പേര്, ഇത് രണ്ടുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് മെയിനായിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ ഫോർമാറ്റിലോട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ ബ്ലേബ് റൈറ്റിങ്ങിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, വിങ്സ് ഓഫ് ഫയർ, APJ അബ്ദുൽ കലാം. വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ അഗ്നിച്ചിറകുകൾ, APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വിങ്സ് ഓഫ് ഫയർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്തേണ്ടി വരും, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ കൃതിയുടെ പേര് പ്രഥം പ്രതിശ്രുതി എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ അത് എഴുതിയ ആളാരാ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ആശാപൂർണ ദേവിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ അടിയിൽ എന്ത് കൊടുക്കുക, APJ അബ്ദുൽ കലാമിൻ്റെ സ്ഥാനത്ത് ആശാപൂർണ ദേവി എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ദ മോസ്റ്റ് ഫേമസ് വർക്ക് വിങ്സ് ഓഫ് ഫയർ ബൈ APJ അബ്ദുൽ കലാം. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്ത സ്ഥലങ്ങൾ മാറ്റണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കണം എന്താണ് കൃതിയുടെ പേര് എന്നുള്ളത്. ആ കൃതിയുടെ പേര് എന്ത് ചെയ്യുക, ഇൻവേർട്ടഡ് കോമയിൽ ഇടുക. അതിനുശേഷം ഓതറുടെ പേര് അവിടെ കൊടുക്കുക. ഓക്കെ, ആ അണ്ടർലൈൻ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും മാറ്റണം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ എന്താണ് വരിക, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, എന്താണ് അവിടെ വരിക എന്നുള്ള ഒരിക്കലും. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രഥം പ്രതിശ്രുതി, ഇതാണ്. ഇപ്പോൾ വിങ്സ് ഓഫ് ഫയർ എന്ന് നിങ്ങൾ കണ്ടില്ലേ എക്സാം ടിപ്സിൽ, ആ വിങ്സ് ഓഫ് ഫയറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, പ്രഥം പ്രതിശ്രുതി എന്ന് കൊടുക്കുക. അതുപോലെ ആരെ എഴുതിയെന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലായി, ഈ പോയിന്റ് വായിക്കും. ഇതിലിപ്പോൾ ആശാപൂർണ ദേവി എഴുതിയിട്ടുള്ളത്. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ആശാപൂർണ ദേവി എന്ന് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്ലേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ കവറിൽ, ഒരു പുസ്തകത്തിൻ്റെ ബാക്ക് ഭാഗത്തുള്ള കവറിലെ പുസ്തകത്തെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് സമ്മറി ആയിരിക്കും. ആ ഓതറിനെ കുറിച്ചുള്ളതുണ്ടാവും. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ നിന്ന് നിങ്ങൾ കൃതിയുടെ പേരും ആരാണ് എഴുതിയ ഓതറും കണ്ടെത്തുക. എന്നിട്ട് ആ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, ആ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റിൽ APJ അബ്ദുൽ കലാമിൻ്റെ പേരും വിങ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ പേരും ഉള്ളത്. ആ സ്ഥലത്ത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കൃതിയുടെ പേര് എഴുതുക.
വിങ്സ് ഓഫ് ഫയറിൻ്റെ സ്ഥാനത്ത്. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരുടെ ഓതറുടെ പേരാണ് ഉള്ളത് അവിടെ APJ അബ്ദുൽ കലാമിൻ്റെ സ്ഥാനത്ത് ഓതറുടെ പേര് എഴുതാം. ഇത്ര മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ദ മോസ്റ്റ് ഫേമസ് വർക്ക് വിങ്സ് ഓഫ് ഫയർ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, പ്രഥം പ്രശ്നം എഴുതണം. ബൈ ആശാ പൂർണ്ണദേവി ഹാസ് ബീൻ അട്രാക്റ്റിംഗ് ദ റീഡേഴ്സ് വേൾഡ് വൈഡ്. അപ്പോൾ ആ ഒരു കൃതി എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റിംഗ് ദ റീഡേഴ്സ് വേൾഡ് വൈഡ്, ലോകത്താകമാനുള്ള വായനക്കാരെ എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. ദ ബുക്ക് ഇൻക്ലൂഡ്സ് ഓൾ ദ എലമെൻറ്റ്സ് ടു അമ്യൂസ് ആൻഡ് എൻലൈറ്റൻ ദ റീഡേഴ്സ്. ഇവിടെ പറയുന്നത് അത് വായനക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, അമ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വായനക്കാരെ എൻലൈറ്റൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അമ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അമ്യൂസ് എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻലൈറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ, ബോധവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും ആ പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോവൽ ഏതായിക്കോട്ടെ അതിൻ്റെ ബാക്ക് കവറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബ്ലർബ് കാണാൻ സാധിക്കും. അപ്പോൾ പരീക്ഷ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇതുപോലെ എഴുതേണ്ട, ഇതുപോലെ ഹെഡിങ് കൊടുക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് കൃതിയുടെ പേര് മനസ്സിലാക്കുക, ആ കൃതിയുടെ പേര് എഴുതുക, അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, ഓതറുടെ പേര് എഴുതുക, പിന്നെ അതുപോലെ എഴുതുക, പാരഗ്രാഫാക്കി അവിടെ അണ്ടർലൈൻ ചെയ്ത സ്ഥാനത്ത് ഈ വിങ്സ് ഓഫ് ഫയറും അബ്ദുൽ കലാമിൻ്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റൈറ്റ് അബൌട്ട് ദ ബുക്ക്, ആ പുസ്തകത്തെക്കുറിച്ചും കൂടെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പക്ഷേ എഴുതാൻ വേണ്ടി സാധിക്കണമെന്നില്ല. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മാർഗ്ഗമുണ്ട്. എന്താണ് മാർഗ്ഗം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും റൈറ്റ് അബൌട്ട് ദ ബുക്കിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത്. റൈറ്റ് അബൌട്ട് ദ ബുക്ക് എന്നുള്ള നിങ്ങൾ എക്സാം ടിപ്സിലെ ഭാഗം കണ്ടില്ല, അവിടെ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഇപ്പോൾ അവിടെ ഒരുപാട് പോയിന്റ് ഇല്ലേ, ആശാ പൂർണ്ണദേവി ക്രിയേറ്റഡ് എ സ്പേസ് ഓഫ് ഹർ ഓൺ, അല്ലെ ഷീ ഓൺ സെറ്റ്, അല്ലെ മോസ്റ്റ് ഓഫ് ഹർ റൈറ്റിങ്സ്, ഇതിൽ ഏതെങ്കിലും 2-3 പോയിന്റ് അവിടെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഒരു സെൻറ്റൻസ് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റോ അല്ലെങ്കിൽ 1-2 പോയിന്റ് ആദ്യത്തോ അവസാനത്തോ ഏതെങ്കിലും ഒന്ന് കുറച്ച്, അല്ലെങ്കിൽ ഇത് 2-3 പോയിന്റുകൾ അടുപ്പിച്ച് എഴുതിയാലും കുഴപ്പമില്ല. കാരണം കൂടുതൽ എഴുതണ്ട, കാരണം വളരെ ബ്രീഫായിട്ടുള്ള സമ്മറിയാണല്ലോ ബ്ലർബ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് അബൌട്ട് ദ ബുക്ക് എന്നുള്ള സ്ഥാനത്ത് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പാരഗ്രാഫ് എഴുതി, രണ്ടാമത്തെ റൈറ്റ് അബൌട്ട് ദ ബുക്ക് അത് ഞാൻ അങ്ങോട്ട് വന്നു, ക്വസ്റ്റ്യൻ പേപ്പറുള്ള പോയിന്റ് എടുത്ത് അതേപോലെ എഴുതി വെച്ചാൽ മതി. അതിൽ ഒരു പാരഗ്രാഫൊക്കെ എഴുതുക, പോയിന്റ് ആക്കാതെ ഒരു പാരഗ്രാഫൊക്കെ എഴുതുക. മൂന്നാമത്തെ പാരഗ്രാഫ് ഇതുപോലെ തന്നെ എഴുതുക, ദ ഓതർ അബ്ദുൽ കലാം. അബ്ദുൽ കലാം എന്നുള്ള സ്ഥാനത്ത് എന്ത് വരും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓതർ പേര് ഏതാണോ അതാണ് വരിക. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആശാ പൂർണ്ണദേവി വരും. ഈസ് എ മോസ്റ്റ് ഫേമസ് ഫിഗർ ഇൻ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. ഇപ്പോൾ ലോക സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. മോസ്റ്റ് ഓഫ് ഹിസ് വർക്കേഴ്സ് ഹാവ് ബിക്കം ബെസ്റ്റ് സെല്ലേഴ്സ്. അയാളുടെ മോസ്റ്റ് ഓഫ് ഹിസ് വർക്കേഴ്സ്, അവരുടെ മിക്ക വർക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ദേ ആർ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. അത് പ്രചോദനത്തിൻ്റെ എന്താണ്, വളരെയധികം ഒരു ഉറവിടമാണ് എന്നാണ് പറയുന്നത്. ടു അമ്യൂസസ് ആൻഡ് എൻലൈറ്റൻ റീഡേഴ്സ് സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയം അതെന്ത് ചെയ്യുന്നു, റീഡേഴ്സിനെ ബോധവൽക്കരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്ലർബ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ബ്ലർബ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ബാക്കിലെ കവറിൽ ആ പുസ്തകത്തെക്കുറിച്ച് കൊടുക്കുന്ന ബ്രീഫായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ബ്ലർബിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളെ പുസ്തകത്തിലെ ആക്ടിവിറ്റി 3 നോക്കിയാൽ മതി, അതിലുണ്ടാവും എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. വിങ്സ് ഓഫ് ഫയർ എന്നുള്ള സ്ഥാനത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത ഏത് കൃതിയുടെ പേരാണോ അത് കൊടുക്കുക. APJ അബ്ദുൽ കലാം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ആ ഓതറുടെ പേര് കൊടുക്കുക. പിന്നെ അണ്ടർലൈൻ ചെയ്ത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് മാറ്റുക. റൈറ്റ് അബൌട്ട് ദ ബുക്ക് എന്നുള്ള സ്ഥാനത്ത് അവിടെ റൈറ്റ് അബൌട്ട് ദ ബുക്ക് എന്നുള്ള പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും പോയിന്റ് ആയിട്ട്, അതിനുള്ള 1-2 പോയിന്റ് എടുത്തിട്ട് നടുവിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഒരു പാരഗ്രാഫാക്കി കൊടുക്കുക. മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ അവിടെ ഓതർ പേര് മാത്രം മാറ്റുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് ബ്ലർബ് എന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. മെയിൻ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഒരു റഫ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ ഒരു ക്വസ്റ്റ്യന്, ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബ്ലർബ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് എഴുതി നോക്കുക. ഇത് ഏതെങ്കിലും ഒരു അസൈൻമെൻ്റ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി നോക്കാം. ഓക്കെ, ഏതായാലും നമുക്ക്
ഇനി വളരെ പ്രധാനമാണ്, പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച്. അതെന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഒരു നല്ല ബ്ലേബിന് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എ ഗുഡ് ബുക്ക് ബ്ലേബ് എന്തൊക്കെ? ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. ക്യാച്ചി എന്ന് പറഞ്ഞാൽ ശരിക്ക് ആകർഷകമായ, അപ്പോൾ ആകർഷകമായ വിവരണത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ബ്ലേബ് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു ബ്ലേബിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ക്യാച്ചി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്പൺ വിത്ത്, എന്നാലല്ലേ ആളുകൾ വായിക്കുള്ളൂ. ഒരു പുസ്തകം 500, 400, 300 പേജുകളുണ്ടാവും. അപ്പോൾ അതൊന്നായിട്ട് വായിച്ചിട്ട് ആ പുസ്തകം നല്ല നമുക്ക് നോക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പുസ്തകത്തിൻ്റെ ബാക്ക് കവറിലുള്ള ബ്ലേബ് വായിച്ച് നോക്കുക. ബ്ലേബ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എനിക്ക് പറ്റിയതാണോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആളുകൾ അത് നോക്കി വായിക്കണമെങ്കിൽ നമ്മൾ ബ്ലേബ് എന്തായിരിക്കണം? നല്ല ക്യാച്ചി സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, ആകർഷകമായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിവരണമായിരിക്കണം. അപ്പീൽസ് ടു ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ എന്ത് വേണം? ആ വായനക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം, ഒരു താല്പര്യം ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത്. ഏർജസ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ ബുക്ക്. അത് വായനക്കാരനെ പ്രേരിപ്പിക്കണം. ഏത്? ഈ ബ്ലേബ് എന്തിനു പ്രേരിപ്പിക്കണം? ആ ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കാനോ ഉള്ളൊരു പ്രേരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഒരു നല്ലൊരു ബ്ലേബിൻ്റെ അടയാളങ്ങളാണ്. ഗിവ്സ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ദ ഓതർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, etc. അതുപോലെ തന്നെ ബ്ലേബിൽ അടങ്ങിയിരിക്കേണ്ട കാര്യം എന്താണ്? അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഓതറെ കുറിച്ചും പബ്ലിഷറെ കുറിച്ചും ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കണം. അപ്പിയേഴ്സ് ഷോർട്ട് ആൻഡ് ഡ്രമാറ്റിക്, വളരെ ഷോർട്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒന്നായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ബ്രീഫ്, ആളുകൾക്ക് സമയം ഉണ്ടാവില്ല, വളരെ ഒരു ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഡിസ്ക്രൈബേഴ്സ് ഇൻ സിമ്പിൾ ഡയറക്റ്റ് ലാംഗ്വേജ്, വളരെ ലളിതമായ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ആളുകൾക്ക് വളരെ ഡിഫിക്കൽട്ടായ ലാംഗ്വേജുകളൊന്നും ഉപയോഗിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ദ സർക്കംസ്റ്റാൻസസ് ആർ, ഇറ്റ് ഈസ് സോഷ്യോ കൾച്ചർ റെലവൻസ്, ഒക്കെ സാമൂഹിക സാംസ്കാരികമായ അതിൻ്റെ പ്രാധാന്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ബ്ലേബിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലേബ് എന്താണെന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാം ടിപ്സിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് ബ്ലേബിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യന് ഉത്തരം എഴുതുക. ആ ഒരു എക്സാം ടിപ്സിൻ്റെ ഫോർമാറ്റിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ ബ്ലേബ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, കാരണം നിങ്ങൾക്ക് എക്സാം ടിപ്സിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫോർമാറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഓതറുടെ പേരും അതുപോലെ കൃതിയുടെ പേരും കണ്ടെത്തുക. പിന്നെ റൈറ്റ് അബൌട്ട് ദ ബുക്ക് എന്നുള്ളത് ഇതിൽ ഏതെല്ലാം 2-3 പോയിൻ്റ് ഇങ്ങനെ പോയിൻ്റ് ആക്കിയിട്ടല്ല, ഒരു പാരഗ്രാഫാക്കി എഴുതി വെക്കുക. പിന്നെ ആ ഒരു ഫോർമാറ്റുള്ള അവസാനത്തെ പാരഗ്രാഫ് എഴുതിയാൽ നിങ്ങൾക്ക് ബ്ലേബായി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ മെയിൻ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല, ഷാഫിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി വെക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച്. അതുകൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ടിപ്സാണ് പഠിക്കുന്നത്. എല്ലാ അധിക ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച് എന്ന് പറഞ്ഞാൽ? വെൽക്കം സ്പീച്ച് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിലുള്ള അതിഥിയെ നമ്മൾ വെൽക്കം ചെയ്യാറുണ്ട് അല്ലേ, സ്വാഗത പ്രസംഗം എന്നൊക്കെ പറയും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് ഓഡിയൻസിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. സാധാരണ ഓഡിയൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുപോലെ തന്നെ അതാണ് വെൽക്കം സ്പീച്ച്. അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ചാണ് എന്താ, പരിചയപ്പെടുത്തുന്ന പ്രസംഗം, അത്രയേ ഉള്ളൂ. ഏതായാലും ഞാൻ ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്, ബ്ലേബ് പോലെയല്ല, ഇത് അധിക ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാം. എന്താ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറയുന്നത്? എ ഗ്രാൻഡ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ അതോറിറ്റീസ് ഓഫ് സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ് ടു ഫെലിസിറ്റേറ്റ് ദ ഫോമർ സ്റ്റുഡൻറ്റ് ഷെയ്ൻ മിസ്ത്രി. The principal himself introduces her to the audience. How would he introduce Shane Mistry? Draft the speech for him. അപ്പോൾ ഇവിടെ നിങ്ങളോടൊരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ പല ആളുകളും എന്താ കരുതുക, ഇത് സാധാരണയുള്ള സ്പീച്ച്. അത് സാധാരണയുള്ള സ്പീച്ചല്ല,
ഇതാണ് ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച്. അതെങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക? ഇവിടെ പറഞ്ഞില്ലേ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചു ഇല്ലേ, ഇൻട്രൊഡ്യൂസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം എന്നുള്ളൊരു വേർഡ് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഇത് വെൽക്കം സ്പീച്ചാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ചാണെന്നുള്ളത്. പല കുട്ടികളും ഇത് മാറാറുണ്ട്, അവർ സാധാരണ സ്പീച്ചാണെന്ന് കരുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് നോക്കാം. എന്നിട്ട് നമ്മുടെ എക്സാം ടിപ്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് എഴുതാൻ കഴിയുക എന്നുള്ളത് നോക്കാം കേട്ടോ. വളരെ ലളിതമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ ഗ്രാൻഡ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ അതോറിറ്റീസ് ഓഫ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അധികാരികൾ എന്ത് ചെയ്തു, ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ടു ഫെലിസിറ്റേറ്റ് പറഞ്ഞാൽ ശരിക്ക് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ദ ഫോർമർ സ്റ്റുഡൻറ്റ് ഷെയ്ൻ മിസ്ത്രി. ഇത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കേട്ടോ, നമ്മളവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് പഠിക്കാത്തത്. ഷെയ്ൻ മിസ്ത്രി എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർമർ സ്റ്റുഡൻറ്റ്, അവരുടെ പൂർവ്വ വിദ്യാർത്ഥി, അവരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സേവിയേഴ്സ് കോളേജിലെ അധികാരികൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അവിടെ ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ് ഇൻട്രൊഡ്യൂസസ് ടു ദ ഓഡിയൻസ്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ പൂർവ്വ വിദ്യാർത്ഥി അറിയണമെന്നില്ല, അവൾ പഠിച്ച കാലത്ത് വളരെ ഫേമസ് ആയിരുന്ന ഒരുപാട് കാലം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഫേമസ് ആയിരിക്കാം. ഏതായാലും പ്രിൻസിപ്പൾ തന്നെ എന്ത് ചെയ്തു, ആ കുട്ടിയെ അല്ലെങ്കിൽ ഷെയ്ൻ മിസ്ത്രി എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ പൂർവ്വ വിദ്യാർത്ഥിയെ ഓഡിയൻസിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്ന എന്താ, ഹൗ വുഡ് ഹി ഇൻട്രൊഡ്യൂസസ് ഷെയ്ൻ മിസ്ത്രി എങ്ങനെയായിരിക്കും ആ പ്രിൻസിപ്പൾ പരിചയപ്പെടുത്തി കൊടുക്കുക? ഡ്രാഫ്റ്റ് ദ സ്പീച്ച് ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രിൻസിപ്പൾക്ക് വേണ്ടി നിങ്ങൾ സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലാകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് സ്പീച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഏത് സ്പീച്ചാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇൻട്രൊഡ്യൂസിങ് സ്പീച്ചാണ്. ചിലപ്പോൾ വെൽക്കം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും, ആണെങ്കിൽ ഈ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഈ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം തീർന്നു, ഇത് ഇൻട്രൊഡ്യൂസിങ് സ്പീച്ചാണെന്നുള്ളത് മനസ്സിലായി. പ്രിൻസിപ്പൾക്ക് ഷെയ്ൻ മിസ്ത്രിയെ ഓഡിയൻസിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോർമാറ്റിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി. ആ ക്വസ്റ്റ്യനിൽ ഷെയ്ൻ മിസ്ത്രി എന്ന് പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് നമ്മുടെ ആദ്യം പഠിച്ച സ്പീച്ച് അല്ല എന്നുള്ളത്. ഈ +2 എക്സാമിന് 2 തരത്തിലുള്ള സ്പീച്ചാണ് ചോദിക്കുക. ഒന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ച ഫോർമൽ സ്പീച്ച്, 2 വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച്, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച് ആ ഒരു ഷെയ്ൻ മിസ്ത്രിയെ പ്രിൻസിപ്പൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പ്രിൻസിപ്പൾ എന്താ ഇവിടെ ഇപ്പോൾ റെസ്പെക്റ്റ് പ്രിൻസിപ്പൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ തന്നെ ചിലപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രിൻസിപ്പൾ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്പീച്ചാണെങ്കിൽ റെസ്പെക്റ്റ് പ്രിൻസിപ്പൾ എന്നുള്ളത് പ്രിൻസിപ്പൾ വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പറയാം, റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ്, ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡൈസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അവിടെ പ്രിൻസിപ്പൾ അല്ല, വേറെ ആരെയും പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ എന്ന് പറയാം. അപ്പോൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് മുഖ്യ അതിഥി, ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡേയ്സ് വിശിഷ്ട വ്യക്തികൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോൾ പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ പ്രസംഗം എഴുതുന്നത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ അപ്പോൾ നിങ്ങളെങ്ങനെ എഴുതുക, നിങ്ങൾ എന്ത് എഴുതുന്നു, റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ്, ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡേയ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഐ എം സോ ഹാപ്പി ടു സ്റ്റാൻഡ് ഹിയർ. ഇവിടെ നിൽക്കുന്ന എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ടുഡേ ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടു വെൽക്കം. ഇന്ന് എന്താണ്, ഇന്ന് എനിക്ക് എൻ്റെ ഒരു പ്രിവിലേജാണ്, അല്ല എൻ്റെ ഒരു അവകാശമാണ്, അല്ല എൻ്റെ ഒരു എന്താ പറയുക ഒരു ഓക്കെ, നമുക്കൊരു പ്രത്യേക അവകാശം നമ്മൾ അറിയാം. സാധാരണ നമ്മൾ പ്രിവിലേജിനുള്ള വേർഡ് ഉപയോഗിക്കില്ല. ടുഡേ ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടു വെൽക്കം. ഇന്ന് എനിക്ക് സ്വാഗതം ചെയ്യാൻ, ഇന്ന് എന്താണ് എൻ്റെ ഒരു സ്വാഗതം ചെയ്യാനുള്ള ഒരു അവകാശമാണ് ആരെ, ടു ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഡാഷ് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യണം, ഷെയ്ൻ മിസ്ത്രി എന്നുള്ള പേര് എഴുതണം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷെയ്ൻ മിസ്ത്രി അല്ലേ കണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഷെയ്ൻ മിസ്ത്രിയെ ഈ ഫംഗ്ഷനിലോട് സ്വാഗതം ചെയ്യാനുള്ള അവകാശം അല്ലെ പ്രിവിലേജ് എൻ്റേതാണ്. ഐ ഹോപ്പ് ദിസ് പ്രോഗ്രാം വിൽ ബി ബ്ലെസ്ഡ് ബൈ ഹിസ് ഗ്രേഷ്യസ് പ്രസൻസ്. ഇവിടെ ഹിസ് എന്നാണ് ഉപയോഗിച്ചത്, അപ്പോൾ പെണ്ണാണെങ്കിൽ ഹെർ എന്ന് ഉപയോഗിക്കണം കേട്ടോ. ഐ ഹോപ്പ് ദിസ് പ്രോഗ്രാം വിൽ ബി ബ്ലെസ്ഡ് ബൈ ഹിസ് ഗ്രേഷ്യസ് പ്രസൻസ് അല്ലെ ഹെർ ഗ്രേഷ്യസ് പ്രസൻസ്. അവരുടെ മഹത്തായ സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം അനുഗ്രഹിക്കും എന്നുള്ളതിൽ സംശയമില്ല, അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. ഐ വാമിലി വെൽക്കം
വീണ്ടും ആ പേര് എഴുതുക, ഷെയ്ൻ മിസ്ത്രി ടു ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലോട്ട് എന്ത് ചെയ്യുന്നു, ഷെയ്ൻ മിസ്ത്രി ഞാൻ സ്വാഗതം ചെയ്യുന്നു. റൈറ്റ് അബൌട്ട് ദ പേഴ്സൺ യൂസിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും ഷെയ്ൻ മിസ്ത്രിയെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ആരെയാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ ഷെയ്ൻ മിസ്ത്രിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നുമില്ല, ഫോർമർ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ നോക്കിയിട്ട് അതിലെന്താണോ ഉള്ളത് ചെയ്താൽ, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫ് എഴുതുന്നു. ഡാഷ് ഈസ് എ മോസ്റ്റ്, ഇവിടെ ഡാഷിൽ കൊടുത്ത ആരെ പേര് എഴുതും, ഷെയ്ൻ മിസ്ത്രിയുടെ പേര്. ഇസ് എ മോസ്റ്റ് ഫേമസ് ഫിഗർ ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ്. ആൻഡ് ഈസ് ആക്ടിവിറ്റീസ് ആർ അപ്രീഷിയബിൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അഭിനന്ദനാർഹമാണ്. ഹി ഹാസ് ഇൻസ്പയർഡ്, അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ഷീ ഹാസ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് യങ്സ്റ്റേഴ്സ് ലൈക്ക് അസ്, നമ്മളെ പോലത്തെ ഒരുപാട് യുവാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സ്വാധീനിച്ചിട്ടുണ്ട്. വി ആർ സോ ലക്കി ടു ഗെറ്റ് ഹിം, അവിടെ ആണാണെങ്കിൽ ഹിം, പെണ്ണാണെങ്കിലോ ഹെർ കേട്ടോ. ഇവിടെ ഷെയ്ൻ മിസ്ത്രി ആയതുകൊണ്ട് വി ആർ സോ ലക്കി ടു ഗെറ്റ് ഹെർ ആസ് അവർ ചീഫ് ഗസ്റ്റ്, നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് അവരെ കിട്ടിയതിൽ എന്താണ് വല്ലാത്ത ഭാഗ്യമുണ്ട്. ഐ വെൽക്കം ദ ഓഡിയൻസ് ഓൾസോ ടു ദിസ് പ്രോഗ്രാം, ഇതിലെ ഓഡിയൻസിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഒന്ന് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, രണ്ടാമത്തത് ഈ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂഷൻ സ്പീച്ച്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ള പാനൽ ഡിസ്കഷന് അതുപോലെ ബേബ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. ബേബ് ഹാഫ് ഇയർലി ക്വാർട്ടർലി പരീക്ഷയൊക്കെ വരാറുള്ളൂ, മെയിൻ എക്സാമിന് വരാറില്ല. മെയിൻ എക്സാമിന് മെയിനായിട്ട് ഈ ആക്ടിവിറ്റിയിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്, നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ നോമിത അമ്മയുടെ ക്യാരക്ടർ സ്കെച്ച്, രണ്ടാമത് വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂഷൻ സ്പീച്ച്. സാധാരണയുള്ള സ്പീച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്കത് ഏതായാലും ഉണ്ടാവും. പക്ഷേ ഇത് കഴിഞ്ഞ വർഷങ്ങൾ പഠിക്കാത്ത സ്പീച്ചാണ് വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂഷൻ സ്പീച്ച്. +2 പരീക്ഷയ്ക്ക് ചിലപ്പോൾ രണ്ട് സ്പീച്ചും ചോദിക്കാം, സാധാരണയുള്ള സ്പീച്ചും ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ വെൽക്കം സ്പീച്ചും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെൽക്കം സ്പീച്ച് പഠിക്കുക, വളരെ ലളിതമാണ്. എന്താണ് ഈ ഡാഷ് ഇട്ട സ്ഥലത്തൊക്കെ നിങ്ങൾ എഴുതേണ്ടത് ആകെ ഒരു കാര്യം മാത്രമാണ്, ആരെയാണോ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണ് നിങ്ങളോട് വെൽക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ വ്യക്തിയുടെ പേര് മാത്രം നിങ്ങൾ ഈ 3 ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതിയാൽ മതി. ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നടുവിലെ പാരഗ്രാഫ് വ്യക്തിയെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ ചോദിക്കുന്നത് ഇതാണ്. എ ഗ്രാൻഡ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ അതോറിറ്റീസ് ഓഫ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ടു ഫെലിസിറ്റേറ്റ് ദ ഫോർമർ സ്റ്റുഡൻറ്റ് ഷെയ്ൻ മിസ്ത്രി, ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ് ഇൻട്രൊഡ്യൂസർ ടു ദ ഓഡിയൻസ്. അപ്പോൾ സേവിയേഴ്സ് കോളേജിലെ അധികാരികൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. അവിടെ അവരുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഷെയ്ൻ മിസ്ത്രിയെ അനുമോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഓഡിയൻസിന് വേണ്ടി. അപ്പോൾ നിങ്ങളോട് പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പീച്ച് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഷെയ്ൻ മിസ്ത്രി എന്ന് പറയുന്ന വ്യക്തിയെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെൽക്കം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പേര് ഓർമ്മിച്ച് വെച്ചിട്ട് നേരെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ എക്സാം ടിപ്സിലോട്ട് പോകുന്നു. എക്സാം ടിപ്സിലോട്ട് പോയതിനു ശേഷം എക്സാം ടിപ്സിലോട്ട് പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ റെസ്പെക്റ്റഡൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ കാര്യങ്ങൾ എഴുതിയിട്ട് ഒന്നാമത്തെ ഡാഷ് ഇട്ട സ്ഥലത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വ്യക്തിയുടെ പേര് എഴുതുന്നു, രണ്ടാമത്തെ ഡാഷ് ഇട്ട സ്ഥലത്തും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പേര് എഴുതുന്നു. രണ്ടാമത്തെ പാരഗ്രാഫാക്കി ആ വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എഴുതാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മൂന്നാമത്തെ ഡാഷ് ഇട്ട സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ പേര് എഴുതുന്നു. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു എക്സാം ടിപ്പാണ് വെൽക്കം സ്പീച്ച് എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്, രണ്ട് തരത്തിലുള്ള സ്പീച്ചാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് ഫോർമൽ സ്പീച്ച്, രണ്ടാമത്തെ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് സ്പീച്ച്. ഓക്കെ, രണ്ടും വളരെ ലളിതമായിട്ടുള്ള. അപ്പോൾ ഈ ഒരു സ്പീച്ച്, ഈ വെൽക്കം സ്പീച്ച് എന്ത് ചെയ്യണം, എല്ലാവരും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്, എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പോസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റഫ് പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ വെൽക്കം സ്പീച്ച് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് എന്താണ്, മാച്ച് ബോക്സിലെ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നോമിനൽ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, രണ്ടാമത്തേത് ഈ വെൽക്കം സ്പീച്ചും പഠിക്കണം.
ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വെൽക്കം സ്പീച്ച്? ബ്ലേബ് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, പാനൽ ഡിസ്കഷനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും മെയിൻ പരീക്ഷയ്ക്ക് വരണമെന്നില്ല. എന്നാൽ നോമിയുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും വരും, വെൽക്കം സ്പീച്ചും എന്തായാലും വരുന്നതാണ്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.